എവ്രിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് ജെയിൻ യൂണിവേഴ്സിറ്റി, ജെയിൻ യൂണിവേഴ്സിറ്റിയിലൂടെ ഓൺലൈൻ ഡിഗ്രി ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്തെല്ലാമാണ് എന്നീ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമാത്രം മതിയോ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ? അല്ല അല്ലേ? അപ്പോൾ ഇത് അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. പ്രധാനമായിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ ഡിഗ്രി ചെയ്യുമ്പോൾ നമ്മുടെ സംശയം ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എപ്പം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതായിരിക്കും. അതേപോലെ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ നമുക്ക് ഏകദേശം എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം എന്നതും ഒരു ചോദ്യമാണ്. യെസ്, അത് ഞാൻ ആദ്യം ക്ലിയർ ചെയ്യാം. വർഷത്തിൽ 2 തവണയാണ് അഡ്മിഷൻസ് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. ഒന്ന് ജാനുവരിയിലും മറ്റൊന്ന് ജൂലൈയിലും. ഇനി യു ജിയിലാണെങ്കിലും പി ജി ആണെങ്കിലും, അതായത് യു ജി കോഴ്സ് ആണെങ്കിലും പി ജി കോഴ്സിലാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 50%, 50% മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ അഡ്മിഷന് നമ്മൾ പോകുന്ന സമയത്ത് ഫീസ് എത്ര അടയ്ക്കേണ്ടി വരും എന്നതൊരു സംശയമാണ് അല്ലേ? കൺഫ്യൂസ് ആയിട്ട് നിൽക്കും. കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? മറ്റ് യൂണിവേഴ്സിറ്റീസിൽ നിന്നും ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ എന്താണ് ഒരു ഫീസ് സ്ട്രക്ചർ? ഇതൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഒരു ഡൗട്ടോടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏകദേശം കൊടുക്കേണ്ടത് ഒരു 5500 റുപ്പീസ്, അതായത് 5500 രൂപ. ഇതിൽ 3000 എന്ന് പറയുന്നത് എക്സാം ഫീ ആയിരിക്കും. 2500 എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസാണ്. ഇത് 1 ടൈം ആയിട്ടാണ് കേട്ടോ നിങ്ങൾ പേ ചെയ്യുന്നത്. അപ്പോൾ 5500 നിങ്ങൾ അടയ്ക്കാം, ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് നിങ്ങൾ എക്സാം ഫീസ് എന്ത് ചെയ്താൽ മതി? എക്സാമിൻ്റെ സമയത്ത് അടച്ചിങ്ങനെ പോയാൽ മാത്രം മതി. അപ്പോൾ ഫീസ് സ്ട്രക്ചർ അങ്ങനെയാണ്. സോ ഫീസ് സ്ട്രക്ചർ മനസ്സിലാക്കി, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അടുത്ത സംശയം എന്ന് പറയുന്നത്, ഫീസും കൊടുത്ത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ഡിഗ്രിയുടെ ഭാഗമായ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എങ്ങനെ അവൈലബിൾ ആയിരിക്കും എന്നൊരു സംശയം ഉണ്ടാവില്ലേ? റെക്കോർഡഡ് ക്ലാസ്സസ് ആണോ, ലൈവ് സെഷൻസ് ആണോ? അതേപോലെ തന്നെ എക്സാം പഠിച്ച് അല്ലെങ്കിൽ എക്സാമിന് പഠിച്ച് പാസ്സാകാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ സാധിക്കുമോ? അതത്ര എളുപ്പമുള്ള കാര്യമാണോ എന്നീ സംശയങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ടാകും. ഉറപ്പായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.